അങ്ങനെ നമ്മൾ ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോ? അപ്പോൾ ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻസ് നടന്നിരിക്കുകയാണ് വീട്ടിൽ കേട്ടോ. വീട്ടിലിപ്പം അവർ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻസി നോമിനേഷൻ ആരൊക്കെയാണ് പറഞ്ഞത്, വ്യത്യസ്തമായി ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ, എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ക്യാപ്റ്റൻസി നോമിനേഷനാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നിൻ്റെ പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല. ക്യാപ്റ്റൻസി നോമിനേഷനിൽ അനീഷ് വന്ന് പറഞ്ഞൊരു പേര് വ്യത്യസ്തമായ 2 പേരുകളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേരുകൾ ഞാൻ പറയാം. നമ്മുടെ അഭിനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അഭിനെയാണ് എപ്പോഴും മിക്കപ്പോഴും ക്യാപ്റ്റൻസിയിൽ എല്ലാവരും പറയും. അനീഷ് വന്നിട്ട് 2 കൊട്ട് കൊടുക്കാൻ വന്ന പോലെയുണ്ട്. ശരത്തിനെയും ആര്യൻ്റെ പേരാ പറഞ്ഞത്. ശരത്തിനെ പറയണത് അവസരം കിട്ടാൻ വേണ്ടി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുകയാണ് ശരത്ത്. ആര്യൻ നെഗറ്റിവിറ്റിയാണ് ഈ വീട്ടിൽ നിറയ്ക്കുന്നത്, അതുകൊണ്ട് ആര്യൻ. അത് മാത്രമല്ല, ഇവിടെ അനീഷ് പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം, അതായത് ആര്യനെതിരെ കളിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. കളിച്ചാൽ മതിയായിരുന്നു. അനീഷ് ആര്യനും ശരത്തിനും മാത്രം എതിരെ കളിച്ചിട്ടൊന്നും കാര്യമില്ല, ആ വീട്ടിലുള്ള എല്ലാവർക്കും എതിരെ കളിക്കുക. മനസ്സിലായില്ലേ? അത് വ്യക്തമായ കാരണങ്ങളോടുകൂടി കളിക്കുക, അല്ലാതെ വെറുതെ പോയിരുന്ന സൈഡിൽ അങ്ങനെയല്ല കളിക്കേണ്ടത്. സൈഡിൽ ഒറ്റയ്ക്കിരിക്കുക, മിണ്ടായിരിക്കുക, അതൊന്നും അല്ല ഗെയിം. ശക്തമായ വാക്കുകളിലൂടെ അത് നേരിടുക. പിന്നെ നൂറ വന്നിട്ട് റെനേനെയാണ് പറഞ്ഞത്. റെന തിരിച്ച് നൂറേനെയും പറഞ്ഞിട്ടുണ്ട്. അഭിനെയാണ് പറഞ്ഞത്. ആദില വന്നിട്ടും അഭിനെയും ജിസേലിനെയും പറയാൻ വന്നു. അപ്പം ജിസേലിൻ്റെ കയ്യിൽ 10 സ്റ്റിച്ച് ഉണ്ട്. അപ്പം ഇത് കാരണം ഇനി പുള്ളിക്കാരിക്ക് കളിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ജിസേൽ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ക്യാൻ ഡു ദാറ്റ്, ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ മറ്റേ ഫ്രാക്ചർ വന്നിട്ടാണ് പുള്ളിക്കാരി മറ്റേ ബിഗ് ബോസ് ഹിന്ദി ഔട്ടായത്. പിന്നെയാണ് ഇനി ചെറിയൊരു 10 സ്റ്റിച്ച്. അപ്പോൾ ജിസേലിൻ്റെ പേരും പറഞ്ഞ്. അപ്പോൾ അഹങ്കാരി, ഇതിൻ്റെ പേര് തന്നെ ഞാൻ പറയുമെന്ന് പറഞ്ഞ് ആതിര ജിസേലിൻ്റെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് രേണു വന്നിട്ട് ശൈത്യയുടെ പേര് പറയണം. അവൾ നന്നായിട്ട് കളിച്ച് വരുന്നുണ്ടെന്നുള്ളത്. നമുക്ക് നോക്കാം ഇപ്രാവശ്യം എവിക്ഷനിൽ ആരാ പോകുന്നെന്നുള്ളത്, അല്ലേ? കാര്യം പറയാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ വോട്ടിങ്ങിലെല്ലാം നമ്മുടെ പോളിലെല്ലാം ശൈത്യയൊക്കെ ഇങ്ങനെ താന്ന് കിടക്കുക. രേണു വന്നിട്ടും ജിസേലിനെയാണ് പറഞ്ഞത്. സാബുമാൻ വന്നിട്ട് രേണുവിനെ അതുപോലെ ഈ രേണുവിനെ എന്തിനാ പറഞ്ഞത് എനിക്ക് അറിയില്ല കേട്ടോ. കാര്യം പൊങ്ങി വരാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ പുള്ളിക്കാരിക്ക് വേണമെന്നുണ്ട്, പറയുന്നുമുണ്ട്, പക്ഷെ കാര്യത്തിലൊന്നുമില്ല. അതുപോലെ തന്നെ അഭിനയാണ് പറഞ്ഞത്. പിന്നെ പ്രവീൺ വന്നിട്ട് ജിസേലിനെ പറഞ്ഞു, ഗെയിം സ്പിരിറ്റ് ഉണ്ട്. അതുപോലെ അഭിനയം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശരത്ത് വന്നിട്ട് ശൈത്യനെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് തോന്നുമല്ലേ, ആ ഗ്രൂപ്പിലേക്ക് ചേർന്നു, അനുവിനായിട്ട് പിരിഞ്ഞു, അതുകൊണ്ട് തന്നെ ശൈത്യനെ പറഞ്ഞതാണ്. ശൈത്യനായിരിക്കും മിക്കവാറും പറയുന്നത്. അതിനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. ഒരേപോലെ കാണണം, നന്നായിട്ട് കളിക്കണം, നീ കയറി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രചോദനമൊക്കെ കൊടുത്ത് ഒനീലിനെയും പറയുന്നുണ്ട്. ഷാനവാസ് വന്നിട്ട് അഭിനെ പറഞ്ഞു. അതുപോലെ ജിസേലിനെ, കിച്ചണിനെ മനോഹരമായി നോക്കുന്നുണ്ട്, മനുഷ്യത്വം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അനുവിനെ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നു. അക്ബർ വന്നിട്ട് അഭിനെയാണ് പറയുന്നത്. അതുപോലെ ശൈത്യനെ പറയുന്നുണ്ട്. ശൈത്യനെ പറയാൻ കാരണം ഇവിടെ കുറേ എന്തും നടക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ആരെയും നോക്കാതെ മുഖം നോക്കാതെ പറയുന്ന ഒരാളാണ് ശൈത്യ. മുഖം മൂടിയിട്ട ചെന്നായ്ക്കളുടെ പിടിയിൽ അകപ്പെടാതെ നീ നല്ല രീതിയിൽ ഒരു ക്യാപ്റ്റനായി മാറട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ പോകുന്നു. അത് കഴിഞ്ഞ് അഭിനെ പറയുന്നു, അതായത് ഇവിടെ പല ആൾക്കാരുണ്ട്, താൻ പോയി പണി നോക്കുക എന്നൊക്കെ ക്യാപ്റ്റൻസിനോട് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ അഭി എങ്ങനെ നേരിടും എന്നുള്ളത് അനുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അഭി എങ്ങനെ നേരിടും എന്നുള്ളത് കാണണം. അഭിയോടൊന്നും കാണിക്കില്ല പുള്ളിക്കാരിക്ക് ടാർഗറ്റ്സ് ഉണ്ട്. ആ ടാർഗറ്റ്സ് പറയത്തുമില്ല അനു, അതാണ് പ്രത്യേകത. ബിന്നി വന്നിട്ട് അഭിനെ പറയുന്നു, ജിസേലിനെ പറയുന്നു, ഫേവറിസം കാണിക്കല്ലേ എന്നും കൂടി പറയുന്നുണ്ട്. ശൈത്യ വന്നിട്ട് ഒനീലിനെ പറയുന്നു, അതുപോലെ അഭിനെ പറയുന്നു. കിച്ചൺ ക്യാപ്റ്റനായിട്ട് ഒനീൽ സൂപ്പർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ റെന വന്നിട്ട് ഇവിടെ നൂറേനെ തിരിച്ചു പറയുന്നു. ജിസേൽ വന്നിട്ട് ഒനീലിനെയും ശൈത്യനെയാണ് പറയുന്നത്. ആര്യൻ വന്നിട്ട് ഒനീലിനെയും ജിസേലിനെയും പറയുന്നത്. ശൈത്യ ഓൺ ട്രാക്ക് തിരിച്ച്. ലക്ഷ്മി വന്നിട്ട് അഭിനെ പറയുന്നു. പിന്നെ നമുക്ക് വൈൽഡ് കാർഡ്സിനെ ആരെങ്കിലും പറയാമോ എന്ന് ചോദിക്കുമ്പം പറയാമെന്ന് പറയുന്നു. പ്രവീണിനെ പറയുന്നു. ഇവിടെ അഭിനെ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രാകൃതമായ ഇവിടെ കുറച്ച് റൂൾ ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനെയൊക്കെ മാറ്റിയെടുക്കണം എന്നാണ് ലക്ഷ്മി പറയുന്നത്. മസ്താനി വന്നിട്ട് അഭിനെ പറയുന്നത് ജെനുവിൻ ആണെന്നും ഒനീലിനെ പറയുന്നു. ഒനീൽ വന്നിട്ട് ജിസേലിനെ ഹ്യൂമാനിറ്റി കൺസേൺ ആയിട്ട് ജിസേലിനെ പറയുന്നു. അതുപോലെ അഭിനെയും പറയുന്നു. അഭി വന്നിട്ട് അതായത് ബിന്നി അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ പേരൊന്നും അഭിച്ചേട്ടൻ പറഞ്ഞില്ല. ഈ അഭിനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ടാസ്കിനകത്ത്, അതായത് കിരീടധാരണം ടാസ്കിനകത്ത് അഭിയുടെ കുറേ പ്ലാനുകളെല്ലാം അഭി എല്ലാവരോടും പോയി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ പ്ലാനുകളെല്ലാം ബിഗ് ബോസ് കാറ്റിപ്പറത്തിക്കൊണ്ട് ടാസ്ക് തന്നെ മാറ്റിക്കളഞ്ഞല്ലോ. സോ അടുത്ത ദിവസത്തേക്ക് ഗംഭീര പ്ലാനുകളാണ് അഭിയുടെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാണ് അഭിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ബിന്നി വന്നിട്ട് നമ്മളും ഉണ്ടായിരുന്നു അതിൽ, കാര്യം ബിന്നിയുടെ പ്ലാനായിരുന്നു അത്, മനസ്സിലായില്ലേ? അപ്പോൾ അഭി വന്നിട്ട് പറയുന്നത് അത് ബിന്നിയുടെ പ്ലാനായിരുന്നു, നൂറയുടെ പ്ലാനുമായിരുന്നു, അല്ലാതെ എൻ്റെ പ്ലാനല്ല എന്ന് പറഞ്ഞ് ബിന്നിനെയും നൂറേനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട്
അനു അനു വന്നിട്ട് അനുവിൻ്റെ വ്യത്യസ്തമായ നോമിനേഷൻസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അനു എപ്പോഴും നോമിനേറ്റ് ചെയ്യുന്നത് വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ്. അത് മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ മനഃപൂർവ്വം നോമിനേറ്റ് ചെയ്യാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം എന്തിനാണ് ഞാൻ അവരെ ഇതാക്കുന്നത്, എൻ്റെ വാ കൊണ്ട് എന്തിനാണ് അവരെ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആ ഒരു ഇതിലാണ് ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ വീക്കസ്റ്റ് ആയിട്ടുള്ള സാബുമാനെയും രേണുവിനെയാണ് പറയുന്നത് ഇവിടെ ഇടപെടാതെ മാറി നിൽക്കുന്നു, സോ അവരെ ഇടപെടിപ്പിക്കണം എന്ന് പറഞ്ഞ്. കഴിഞ്ഞ ക്യാപ്റ്റൻസിയിലും രേണുവിനായിട്ട് അനു സജസ്റ്റ് ചെയ്തത്. ജിഷിൻ വന്നിട്ട് അഭിനെയും പ്രവീണിനെയും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിവീൻ വന്നിട്ട് ഒനീലിനെയും അഡ്വക്കേറ്റ് ശൈത്യനെയും പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ശൈത്യ ഇതാണെന്ന്, പക്ഷേ ഇപ്പോൾ ശൈത്യം നന്നായിട്ട് പോകുന്നുണ്ട്. ഒനീൽ ഇവിടെ മുഖംമൂടി ഇട്ടവരെയും ഗുണ്ടായിസം കാണിക്കുന്നവരെയും, അതായത് അക്ബറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആട്ടിത്തോലിട്ട ചെന്നായ്ക്കൾ പലരുമുണ്ട്, അവരെയൊക്കെ എങ്ങനെ നയിക്കും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഫൈനലി 12 വോട്ടുമായി അഭിഷേക്, ഒനീൽ 7 വോട്ട്, അതുപോലെ ജിസേലിന് 7 വോട്ട്. ഈ 3 പേരുമാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി നോമിനേറ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെ അവർ കുറേ നേരം കാത്തിരിക്കുന്നുണ്ട്. ഷാനവാസ് ഇപ്പം മറ്റേ ഗ്രൂപ്പിനെതിരായിട്ട് ഗ്രൂപ്പ് തുടങ്ങിയ ഷാനവാസ് ഇപ്പോൾ വലിയൊരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. ഷാനവാസും അക്ബറും ഒനീലും അഭിയും കൂടെ ഇരുന്ന് ആലോചിക്കുകയാണ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആരെയൊക്കെ ഏതൊക്കെ ടീമിലിടണമെന്ന്. അനുവിനെ സത്യം പറഞ്ഞാൽ അനു ഏത് ടീമിലിട്ടാലും പ്രശ്നമാണ്. കാര്യം ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും. ജയിലിൽ പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഗെയിമാണ്, ഒറ്റപ്പെടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കും. എങ്ങനെ അവരെ ഗ്രൂപ്പിലിടണം. പക്ഷേ നമ്മൾ ജിസേലിൻ്റെയും ഒനീലിൻ്റെ ടീമൊക്കെ നല്ല ഡ്രീം ടീമായിരുന്നു, കിച്ചൺ ടീം. പക്ഷെ അതുപോലത്തെ ഒരു ടീം ആക്കണം. ഒന്നെങ്കിൽ വൈൽഡ് കാർഡുകളൊക്കെ പിടിച്ചൊരു ടീമിലിടണം, അല്ലെങ്കിൽ വൈൽഡ് കാർഡുകളെല്ലാം നമ്മളെ ഇതാക്കാൻ വേണ്ടി വന്നേക്കുന്നതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. കാര്യം പണി തരാൻ വേണ്ടി മസ്താനിയൊക്കെ ഒന്നും ചെയ്യില്ലെന്ന് വന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് ഇവരെല്ലാവരും ഇരുന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നിവീനും അനുവും കൂടി വാവേ ചുറ്റിനും വാവേ ഇതൊക്കെ പറഞ്ഞ് സീരിയൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പൊട്ടിയൊക്കെ ചിരിക്കുന്നു. അപ്പോൾ നോക്കടാ ഓവറാക്കുന്നുണ്ട് അനു നിവീനുമായിട്ട്. നിവീനൊക്കെ എത്ര പെട്ടെന്നാണ് കാല് മാറിയത്. അത് അനുവിനാണ് ഇന്നലെ മറ്റേ ഓഡിയൻസിൻ്റെ വോട്ട് കിട്ടിയെന്ന് അറിഞ്ഞത് തൊട്ട് നിവീൻ അനുവിൻ്റെ കൂടെയാണ്. അപ്പോൾ അങ്ങനെയാണ് അത്. അപ്പോൾ ഇവർ ഇത് കണ്ടുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും സദ്യ അപ്പോൾ കുറേ നേരം കാത്തിരുന്ന ശേഷം മറ്റേ ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുന്നു. ചോറും കറികളുമായിട്ട് കുറേ ബിഗ് ബോസിൻ്റെ ടീം വരുന്നു. സ്റ്റോർ റൂമിൽ നിന്ന് അകത്തും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യം താഴെ ഇരിക്കാൻ, പിന്നെ പറയുന്നത് മുകളിലിരിക്കുന്നത് നല്ലത്, കാര്യം വിളമ്പാൻ എളുപ്പമാണ്. അങ്ങനെ കാല് വയ്യാത്തവരൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും ഇരുന്ന് ഉച്ചയ്ക്കുള്ള ഓണസദ്യ കഴിക്കുന്നു. അങ്ങനെ വിളമ്പിയൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടറിയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.